ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ യുപിയും രാജസ്ഥാനും അടങ്ങുന്ന ഉത്തരേന്ത്യയിൽ മാത്രമല്ല മണിപ്പൂരും മേഘാലയയും അസമും അടങ്ങുന്ന 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചു. ഒരു കാലത്ത് ഈ മേഖല അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ് പല വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലും കടപുഴകിയ സ്ഥിതിയിലായിരുന്നു. കഴിഞ്ഞ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും നിരവധി നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ഒരു ചലനവും സൃഷ്ടിക്കാൻ സാധിച്ചില്ല. കടപുഴകിയെങ്കിലും ആ വൻമരത്തിന്റെ വേരുകൾ പൂർണ്ണമായും പിഴുതെറിയപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, ആ വേരുകളിൽ നിന്നും പുതുനാമ്പുകളും വിടർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം. 7 സീറ്റുകളാണ് കോൺഗ്രസിന് ഇത്തവണ മേഖലയിൽ നിന്നും ലഭിച്ചത്. മണിപ്പൂരിൽ 2 സീറ്റുകളും നാഗാലാൻഡിലും മേഘാലയയിലും ബിജെപിയിൽ നിന്നും അവരുടെ സഖ്യകക്ഷികളിൽ നിന്നും ഓരോ സീറ്റ് വീതവും നേടിയ കോൺഗ്രസ് ആസാമിൽ 3 സീറ്റുകളും നിലനിർത്തി. ത്രിപുരയിലും അരുണാചൽ പ്രദേശിലും 2 വീതം സീറ്റുകൾ നിലനിർത്തിയ ബിജെപി അസമിൽ 9 സീറ്റുകളും നേടി. നിലവിൽ മണിപ്പൂരിനൊപ്പം ഈ 3 സംസ്ഥാനങ്ങളിലും ബിജെപിയാണ് ഭരിക്കുന്നത്. ബിജെപി സഖ്യകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിക്ക് മേഘാലയയിലെ സീറ്റുകൾ കോൺഗ്രസിനും വോയിസ് ഓഫ് പീപ്പിൾ പാർട്ടിക്കും മുന്നിൽ അടിയറവ് വെക്കേണ്ടി വന്നു. സഖ്യകക്ഷിയായ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയുടെ നാഗാലാൻഡിലെ ഏക സീറ്റും കോൺഗ്രസ് നേടി. അതേസമയം അസമിൽ ബിജെപിയുടെ സഖ്യകക്ഷികളായ യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറൽ, അസം ഗണ പരിഷത്ത്, സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച എന്നിവർ ഓരോ സീറ്റും നേടി. 8 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 25 ലോക്സഭാ സീറ്റുകളിൽ 2019 14 എണ്ണവും ബിജെപി നേടിയപ്പോൾ കോൺഗ്രസിന് 4 എണ്ണം മാത്രമായിരുന്നു ലഭിച്ചത്. ബാക്കിയുള്ള 7 സീറ്റുകൾ സംസ്ഥാന പാർട്ടികളും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും നേടി. അസമിൽ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, നാഗാലാൻഡിൽ NDPP, മിസോറാമിൽ മിസോ നാഷണൽ ഫ്രണ്ട്, മേഘാലയയിൽ NPP, മണിപ്പൂരിൽ നാഗ പീപ്പിൾസ് ഫ്രണ്ട്, സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച, ഒരു സ്വതന്ത്രൻ എന്നിവരും 2019 ഓരോ സീറ്റുകൾ നേടിയിരുന്നു. അതേസമയം 2009 മുതൽ ഷില്ലോങ് ലോക്സഭാ സീറ്റിൽ വിജയിച്ചു വരുന്ന മേഘാലയ കോൺഗ്രസ് മേധാവിയും മുൻ കേന്ദ്രമന്ത്രിയുമായ വിൻസെന്റ് H. പാല ഇത്തവണ വോയിസ് ഓഫ് പീപ്പിൾ പാർട്ടിയുടെ റിക്കി ആൻഡ്രൂ ജെ സിംഗോണിനോട് ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. എന്നാൽ ഭരണകക്ഷിയായ NPP സ്ഥാനാർത്ഥിയും മേഘാലയ മുഖ്യമന്ത്രിയും NPP അധ്യക്ഷനുമായ കോൺഗ്രസ് കെ സാഗ്മയുടെ ഇളയ സഹോദരിയുമായ അഗത കെ സാഗ്മയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി തലൈങ് എ സാഗ്മ തുറന്ന സീറ്റിൽ വിജയിച്ചു. മണിപ്പൂരിൽ 1 വർഷം നീണ്ടുനിന്ന വംശീയ കലാപങ്ങളും നാഗാലാൻഡിലെയും മേഘാലയയിലെയും പരിഹരിക്കപ്പെടാത്ത വംശീയ പ്രശ്നങ്ങളും ബിജെപിയുടെ പരാജയത്തിന് കാരണമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച ഈസ്റ്റേൺസ് നാഗാലാൻഡ് പീപ്പിൾസ് ഓർഗനൈസേഷൻ ഏപ്രിൽ 19 നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര വടക്കുകിഴക്കൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മികച്ച നേട്ടമുണ്ടാക്കിയതായി ത്രിപുര കോൺഗ്രസ് അധ്യക്ഷൻ ആശിഷ് കുമാർ സാഹ പറഞ്ഞു. ജനുവരി 14 മണിപ്പൂരിൽ നിന്നായിരുന്നു രാഹുൽ ഗാന്ധി തന്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ചത്. കോൺഗ്രസിന്റെ 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനം ചെലുത്തിക്കൊണ്ട് മിക്ക വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും സന്ദർശിച്ചെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. ഏതായാലും സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര വലിയ വിജയമാണ് കോൺഗ്രസ് ഇത്തവണ നേടിയത്.